ലോകയിലെ കത്തനാർ. ആദ്യമേ തന്നെ പറയട്ടെ, കത്തനാർ നോക്കുന്നത് തോമാസ് ലീഹയുടെ ചിത്രത്തിലേക്കല്ല. അതിലെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് സെൻറ്റ് തോമസ് എന്ന തോമാസ് ലീഹ അല്ല എന്നതാണ്. ആ ചിത്രത്തിന് സെൻറ്റ് തോമസിനോളം തന്നെ വലിയ ചരിത്രവുമുണ്ട്. ആ ചിത്രം കത്തനാരെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യവുമാണ്. മാത്രമല്ല, ആ ചിത്രം കൃത്യമായി ഉപയോഗിച്ചതിൽ മേക്കേഴ്സിനെ അഭിനന്ദിക്കേണ്ടതുമാണ്. പക്ഷേ അതിനുശേഷം കത്തനാരെ കാണിച്ചിരിക്കുന്നതിൽ ചരിത്രത്തെ കൃത്യമായി തിരിച്ചറിയാതെ തെറ്റുകളോടെയാണ് എന്നുള്ളത് അംഗീകരിക്കാൻ മടിയുമുണ്ട്. ലോക ഒരു വലിയ വിജയമായതുകൊണ്ട് ഇതിലെ ചരിത്ര കഥാപാത്രങ്ങളെ ചിലരെങ്കിലും ഒരു റെഫറൻസ് ആയി എടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കൂടിയാണ് കത്തനാരെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത്. ഏതാണ്ട് 9-10 നൂറ്റാണ്ടിനിടയിൽ എപ്പോഴോ കേരളത്തിലെ ക്രിസ്തീയ പുരോഹിതനായിരുന്നു കടമറ്റത്ത് കത്തനാർ. മന്ത്രതന്ത്ര വിദ്യകളിലെ അഗ്രഗണ്യനായിരുന്ന കത്തനാരുടെ കാലത്ത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ, കൃത്യമായി പറഞ്ഞാൽ അവരാണ് നസ്രാണിമാർ എന്നറിയപ്പെട്ടിരുന്നത്. അവർ അൺഡിവൈഡഡ് ആയിരുന്നു. വിഭജിക്കപ്പെടാത്ത ഒരൊറ്റ വിഭാഗം മാത്രമായിരുന്നു കേരളത്തിലെ ക്രിസ്ത്യാനികൾ. കിഴക്കൻ പേർഷ്യൻ ചർച്ചിൽ നിന്നും വന്നിരുന്ന ബിഷപ്പുമാരുടെ നേതൃത്വത്തിലായിരുന്നു ആത്മീയമായ മാർഗനിർദ്ദേശങ്ങൾ നസ്രാണിമാർക്ക് കിട്ടിയിരുന്നത്. അവർ ഫോളോ ചെയ്തിരുന്നത് സുറിയാനി ഭാഷയിലെ പ്രാർത്ഥനകളും സെമിറ്റിക് ആചാരങ്ങളുമായിരുന്നു. ഇനിയുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഈ ആചാരങ്ങളിൽ കൊന്ത അഥവാ റോസരി ഇല്ലായിരുന്നു. പകരം ഉണ്ടായിരുന്നത് കെട്ടുകളുള്ള ഒരുതരം ചരടായിരുന്നു. പ്രയർ റോപ്സ് എന്നും ചോട്ട്കി എന്നും ഒക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. സിനിമയിൽ കൊന്തയുള്ള ഒരു കൈയാണ് കത്തനാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രംഗത്തിൽ ആദ്യമേ കാണിക്കുന്നത്. കത്തനാർ കൊന്ത ഉപയോഗിച്ചിരുന്നില്ല എന്നതാണ് ചരിത്രം. സിനിമയിൽ കാണിക്കുന്ന ആ റെപ്രസെൻറ്റേഷൻ തെറ്റാണ്. അടുത്ത സീനിൽ ഒരു ക്രിസ്ത്യൻ ക്യാരക്ടറാണ് വരാൻ പോകുന്നത് എന്ന് കാണിക്കാൻ ഏറ്റവും എളുപ്പം കൊന്ത കാണിക്കുന്നതായിരിക്കാം. പക്ഷേ ചരിത്രപരമായ ഒരു കഥാപാത്രത്തെ കാണിക്കുമ്പോൾ ചരിത്രത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളണമെന്ന് നിർബന്ധം പിടിക്കാൻ കഴിയില്ലെങ്കിലും പ്രധാനപ്പെട്ട വസ്തുതകളെ തെറ്റായി കാണിക്കരുത്. ഇത് മാത്രമല്ല ചരിത്രപരമായ ഒരു തെറ്റ് കത്തനാരെ പ്രസൻറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചത്. കത്തനാരുടെ മാന്ത്രിക വസ്തുക്കളൊക്കെ വെച്ചിരിക്കുന്ന ഒരു പെട്ടി എല്ലാവരും ശ്രദ്ധിച്ചു കാണും. കൃത്യമായി പറഞ്ഞാൽ സിനിമയിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നീലിയെ തളയ്ക്കുകയാണ് കത്തനാർ ആദ്യം ചെയ്തത്. ശേഷം കത്തനാർ നീലിക്ക് ഒരു തുണി എടുത്തു കൊടുക്കുന്ന രംഗം ശ്രദ്ധിച്ചാൽ ആ തുണി എടുക്കുന്നത് ഒരു പെട്ടിയുടെ മുകളിൽ നിന്നുമാണ്. ആ പെട്ടിയുടെ മുകളിൽ എഴുതിയിരിക്കുന്നത് ഒംനിയ ഇൻ ബോണം എന്നാണ്. ഇതേ പെട്ടി നീലിയുടെ മുറിയിൽ സിനിമയുടെ തുടക്കത്തിലെ കാണിക്കുന്നുമുണ്ട്. ഇത് കത്തനാരുടെ പെട്ടിയാണ്. ഒംനിയ ഇൻ ബോണം എന്നതൊരു ലാറ്റിൻ പ്രയോഗമാണ്. ഇതിൻ്റെ അർത്ഥം ഓൾ തിങ്സ് ഫോർ ദി ഗുഡ്, അതായത് എല്ലാം നല്ലതിനു വേണ്ടി എന്നാണ്. സുറിയാനി ഓർത്തഡോക്സ് ട്രഡീഷൻ ഫോളോ ചെയ്തിരുന്ന കടമറ്റത്ത് കത്തനാർ ലാറ്റിൻ ഭാഷ പഠിക്കാനുള്ള സാധ്യതയും പഠിച്ചതായും യാതൊരു ചരിത്ര രേഖകളും പറയുന്നില്ല. ഇനി പഠിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ പഠിക്കാം. പക്ഷേ കേരളത്തിൽ ലാറ്റിൻ ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങൾ വരുന്നത് പോലും കത്തനാരുടെ കാലം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. ഇതും വളരെ തെറ്റായൊരു കാര്യമാണ്. ഈ കൊന്തയും ലാറ്റിൻ ഭാഷയും ഒക്കെ ക്രൈസ്തവർക്കിടയിലേക്ക് വന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള അധിനിവേശം ആരംഭിച്ചതിന് ശേഷമാണ്. കൃത്യമായി പറഞ്ഞാൽ വാസ്കോ ഡി ഗാമ വന്നതിന് ശേഷം. അതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന കടമറ്റത്ത് കത്തനാർ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നത് ചരിത്രപരമായി കൃത്യത കുറവുള്ള കാര്യങ്ങളാണ്. വേഷവിധാനങ്ങളും മേലങ്കിയും കുറ്റിത്താടിയും ചുരുണ്ട മുടിയും കത്തനാരുടെ ചെറുപ്പത്തെ ഭംഗിയായി കാണിച്ചതിൽ തെറ്റു പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു കാലഘട്ടം കത്തനാരുടെ ജീവിതത്തിൽ കണ്ടേക്കാം. അവിടെയൊക്കെ പ്രേക്ഷകനിൽ ഒരു വ്യത്യസ്തമായ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ കഴിയുന്നതിനാവശ്യമായ ആവിഷ്കാര സ്വാതന്ത്ര്യം മേക്കേഴ്സ് എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യവുമാണ്. കത്തനാരായി സണ്ണി വെയിനെ കാസ്റ്റ് ചെയ്തത് എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. മൂത്തോനിൽ നിന്നും കത്തനാർ അനുഗ്രഹം വാങ്ങുന്നത് സിനിമയുടെ തുടക്കത്തിലെ അനിമേഷൻ സീക്വൻസിൽ കാണിച്ചിട്ടുണ്ട്. അതായത് മൂത്തോനുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന നീലിയുടെ തലമുറയിലെ ആദ്യത്തെ ആൾ കത്തനാരാണ്. കത്തനാർ നേരിട്ട് മൂത്തോനെ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ ആൾ നീലിയും ആവാനുള്ള സാധ്യതയുണ്ട്. മൂത്തോൻ്റെ പേര് പറഞ്ഞ് കത്തനാർ നോക്കുന്നത് കത്തിച്ചു വെച്ച മെഴുകുതിരി പ്രകാശത്തിനിടയിൽ വെച്ചിരിക്കുന്ന ഒരു ചിത്രത്തിലേക്കാണ്. അതിനടുത്തായി മൂത്തോൻ്റെ മാന്ത്രിക വടിയും വെച്ചിട്ടുണ്ട്. ആ ചിത്രം സെൻറ്റ് തോമസ് എന്ന തോമാസ് ലീഹയുടേതല്ല. അത് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിലെ കോസ്മിക് റൂളർ അഥവാ പ്രപഞ്ചത്തിൻ്റെ അധിപനായ ക്രൈസ്റ്റ് പാൻറ്റോക്രേറ്ററിൻ്റെ ചിത്രമാണ്. ഗ്രീക്ക് പഴയ നിയമത്തിൽ പറയുന്ന പാൻറ്റോക്രേറ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം ഓൾ പവർഫുൾ എന്നും റൂളർ ഓഫ് ഓൾ എന്നുമൊക്കെയാണ്. അതായത് എല്ലാത്തിൻ്റെയും അധിപൻ, മൂത്തോൻ, ദി എൽഡർ. പാൻറ്റോക്രേറ്റർ എന്ന വാക്കിൻ്റെ ഹീബ്രു ഭാഷയിലേക്കുള്ള ട്രാൻസ്ലേറ്റ് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. എൽ ഷദായി, അതായത് ഗോഡ് അൽമൈറ്റി. സിനിമയിൽ കാണിച്ചിരിക്കുന്ന ചിത്രം ഈജിപ്തിലെ സിനായിലെ സെൻറ്റ് കാതറീൻ മൊണാസ്ട്രിയിലെ ചിത്രമാണ്. ചരിത്രകാരന്മാരും പണ്ഡിതരും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പരിഗണിക്കുന്ന 6-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തയ്യാറാക്കിയെന്ന് കരുതപ്പെടുന്ന ചിത്രമാണിത്. ഈസ്റ്റേൺ ഓർത്തഡോക്സിൻ്റെയും ഈസ്റ്റേൺ കാത്തലിക് ക്രിസ്ത്യാനിറ്റിയുടെയും സർവ്വാധിപനാണ് പാൻറ്റോക്രേറ്റർ. ഏറ്റവും പഴയതെന്ന് വിലയിരുത്തപ്പെടുന്ന ജീസസ് ക്രൈസ്റ്റിൻ്റെ ചിത്രങ്ങളിൽ ഒന്നുമാണിത്. സിനിമയിൽ പാൻറ്റോക്രേറ്ററിൻ്റെ ചിത്രം കാണിച്ചിരിക്കുന്നത് വെറുതെയല്ല. നേരത്തെ പറഞ്ഞല്ലോ, കടമറ്റത്ത് കത്തനാർ സിറിയൻ ഓർത്തഡോക്സ് പ്രീസ്റ്റ് ആയിരുന്നു. സിറിയൻ ഓർത്തഡോക്സ് തിരുവത്താഴ കർമ്മങ്ങളിൽ ക്രൈസ്റ്റ് പാൻറ്റോക്രേറ്ററിനെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കത്തനാർ ആരാധിച്ചിരുന്നതും സർവശക്തനായി കണ്ടിരുന്നതും ക്രൈസ്റ്റ് പാൻറ്റോക്രേറ്ററിനെ ആയിരുന്നു
എന്ന് ചരിത്രം പരിശോധിച്ചാൽ തിരിച്ചറിയാൻ കഴിയും. സിനിമയിൽ ഫാൻറ്റസി എലമെൻറ്റ്സ് മാറ്റി നിർത്തിയാൽ ചരിത്രം കേടുകൂടാതെ ഇവിടെ വളരെ ഭംഗിയായി ചിത്രീകരിക്കുന്നുണ്ട്. പിന്നെ അത് ക്രൈസ്റ്റ് ആണെങ്കിൽ കയ്യിൽ എങ്ങനെ ബൈബിൾ വന്നു എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. കയ്യിൽ ബൈബിൾ ഉള്ളത് തോമാസ് ലീഹ അല്ലേ എന്നുള്ള ഫോളോയിങ് ക്വസ്റ്റ്യനും ഉണ്ടാവാം. പക്ഷേ അത് ബൈബിൾ അല്ല, അത് ദൈവവചനങ്ങളാണ്. ബുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവവചനങ്ങൾ എന്ന് മാത്രമാണ്, അല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ബുക്കുണ്ട് എന്നതല്ല. എന്താണ് ആ ചിത്രമെന്നും എന്തുകൊണ്ട് ക്രൈസ്റ്റ് പാൻറ്റോക്രേറ്റർ എന്ന ചരിത്ര ആശയം സിനിമയിൽ ഉപയോഗിച്ചു എന്നതിനുള്ള മറുപടിയായെന്ന് തോന്നുന്നു. പക്ഷേ സിനിമയിലെ മൂത്തോന് മാന്ത്രിക കഴിവുകളൊക്കെ എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയേ ഉള്ളൂ. വ്യക്തമല്ലെങ്കിലും സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ശക്തരായ ഏലിയൻസ് ആയുള്ള ബന്ധം. ചരിത്രപരമായ കാര്യങ്ങളെ പറയണം എന്നുണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മുടെ ലോകയിലെ കടമറ്റത്ത് കത്തനാരെ കുറിച്ച് കൂടി പറഞ്ഞുകൊള്ളട്ടെ. മൂത്തോനും കത്തനാരും. ഇവിടെ കത്തനാർ ഒരേ സമയം നോക്കുന്നത് ക്രൈസ്റ്റ് പാൻറ്റോക്രേറ്ററിൻ്റെ ചിത്രത്തിലേക്ക് മാത്രമല്ല, തൊട്ടടുത്ത് വെച്ച വടിയിലേക്കും കൂടിയാണ്. താൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തോടൊപ്പം വെച്ചിരിക്കുന്ന ആ മന്ത്രവടിയിലേക്കാണ് സത്യത്തിൽ അദ്ദേഹം മൂത്തോൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നോക്കുന്നത്. ഒന്ന് ഡീപ്പായി ചിന്തിച്ചാൽ മൂത്തോൻ്റെ മാന്ത്രിക വടി ഗോഡ് അൽമൈറ്റിയോടൊപ്പം കത്തനാർ വെച്ചിരിക്കുന്നതിന് മറ്റൊരർത്ഥവും കൊടുക്കാൻ കഴിയും. ക്രൈസ്റ്റ് പാൻറ്റോക്രേറ്ററിൻ്റെ ചിത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ മുഖം സിമെട്രിക് അല്ല, അതായത് മുഖത്തിൻ്റെ ഇടതുഭാഗത്തിൻ്റെ പ്രതിഫലനമല്ല വലതുഭാഗത്തിൻ്റേത്. ഒരു ഭാഗം ശാന്തമായ ഭാവമാണെങ്കിൽ മറുഭാഗം തീവ്രമായ ഭാവമാണ്. കത്തനാർ തൻ്റെ സർവശക്തനോടൊപ്പം തന്നെ പ്രാധാന്യം നൽകി കാണുന്ന മൂത്തോനും ഈ രണ്ടു ഭാവങ്ങളും കാണാനുള്ള സാധ്യതയുണ്ട്. ഐതിഹ്യമാലയിലെ കഥകളിൽ കത്തനാർ യക്ഷിയെയും ചാത്തനെയും ഒക്കെ തോൽപ്പിച്ചതായും വകവരുത്തിയതായും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ ആ നാടോടി കഥകളിൽ പറയുന്ന കത്തനാരുടെ മന്ത്രവിദ്യകളും പോരാട്ടങ്ങളും സൂചിപ്പിക്കുന്നത് സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടിരുന്നവർക്ക് ഒരു കൈത്താങ്ങായി നിന്നിരുന്ന ഒരു ക്രൈസ്തവ പുരോഹിതനെ പറ്റി ആയിരുന്നു. ഒരരിമണി കൊണ്ട് വൃദ്ധയായ ഒരു അമ്മയുടെ കലം നിറയെ കഞ്ഞി വെച്ചു കൊടുത്ത കഥയും, യക്ഷിയെ പിടികൂടിയ കഥയും, ചാത്തന്മാർ സഹായികളായി ഉണ്ടായിരുന്ന കുഞ്ചവൺ പോറ്റിയെ ഒരു പാഠം പഠിപ്പിച്ച കഥയും, കൊച്ചി രാജാവിന് മാന്ത്രിക അമ്പ് കൊടുത്ത് ലന്തക്കാരെ തോൽപ്പിച്ച കഥയും, കത്തനാരുടെ വേഷം കെട്ടി ഗോഷ്ഠി കാണിച്ച് ആളുകളെ രസിപ്പിച്ചിരുന്ന പടയണിയെ ശിക്ഷിച്ച കഥയും തുടങ്ങി ഒരുപാട് കഥകൾ കത്തനാരെക്കുറിച്ചുണ്ട്. ഇതെല്ലാം ഐതിഹ്യമാലയിൽ പറയുന്നുമുണ്ട്. ലോകയിൽ വിജയരാഘവൻ്റെ ക്യാരക്ടർ ഡൊമിനിക് ജോസഫ് എന്ന പെൻ നെയിമിൽ പുസ്തകം എഴുതിയിരുന്ന ഡോക്ടർ കുര്യൻ വർഗീസ് പേരക്കുട്ടിയോട് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പാപ്പൻ ഇതൊക്കെ എങ്ങനെ അറിയാം എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് അപ്പാപ്പൻ ഒരു ബുക്ക് കിട്ടി, ഒരു പള്ളിയിലച്ഛൻ എഴുതിയ ബുക്ക് എന്നാണ്. സത്യത്തിൽ അങ്ങനെ ഒരു ബുക്ക് കത്തനാർ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റാർക്കും അത് കിട്ടിയില്ല, അല്ലെങ്കിൽ മറ്റാരും അതുപയോഗിച്ച് ഇതുവരെ ഒരു ബുക്ക് പോലും പബ്ലിഷ് ചെയ്തില്ല എന്നൊരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരവുണ്ട്. ഐതിഹ്യമാലയിലെ കടമറ്റത്ത് കത്തനാർ എന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് എഴുതി നിർത്തിയിരിക്കുന്നത്. പുരാതനന്മാരായ മഹർഷിമാർ മന്ത്രവാദം സംബന്ധിച്ച് അനേകം ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതുപോലെ കടമറ്റത്ത് കത്തനാരും അനേകം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അവയെല്ലാം ഒരുമാതിരി ദുഷിച്ച ഭാഷയിലാണെന്നേ ഉള്ളൂ. ജോസഫ് ഡൊമിനിക് എഴുതുന്ന ദ ലിവ് എമംഗ് അസ് എന്ന പുസ്തകം സത്യത്തിൽ കത്തനാർ എഴുതിയ ഐതിഹ്യമാലയിൽ പറയുന്ന ആ ദുഷിച്ച ഭാഷയെ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ലോകയുടെ അടുത്ത ചാപ്റ്ററുകളിൽ ചാത്തനും നീലിയും ഒടിയനും മൂത്തോനും മാത്രമല്ല വരാൻ പോകുന്നത്. കേരളത്തിലെ ജാതി മതഭേദമന്യേ ഓരോരുത്തരും ചെറുപ്പം മുതലേ കേട്ട് ഞെട്ടിയിരുന്ന ആ മഹാമാന്ത്രികൻ കടമറ്റത്ത് കത്തനാരും കൂടിയാണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. വിൽ സീ യു ഗൈസ്.